തിരക്തത്തോടെ ഭക്തിയുള്ള മനുഷ്യരെ സകലവിധ തിന്മകളിൽ നിന്നും അവിടുന്ന് സംരക്ഷിക്കും. പഞ്ചേന്ദ്രിയങ്ങളെ കോട്ട കെട്ടി എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. കർത്താവിൻ്റെ തിരുരക്തം പഞ്ചേന്ദ്രിയങ്ങളെ കോട്ട കെട്ടി തിന്മ ചെയ്യാതിരിക്കുന്നതിൽ നിന്ന്, അല്ല തിന്മ ചെയ്യാനുള്ള പ്രേരണയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപവും മനസ്താപത്തോടും കൂടെ യഥാവിധത്തിൽ ഒരുങ്ങി മരിക്കാനുള്ള അവസരം ഈ തിരുരക്ത ഭക്തർക്ക്, അത് തിരുഹൃദയ ഭക്തർക്കും അങ്ങനെ തന്നെയാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവൻ്റെ മരണത്തിന് 12 മണിക്കൂർ മുമ്പ് എൻ്റെ തിരുരക്തം അവൻ പാനം ചെയ്യും. വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയും തിരുപ്പാതയും കൂടാതെ അവൻ മരിക്കാൻ പരമാവധി ഞാൻ ഇടയാക്കുകയില്ല. യഥാർത്ഥത്തിൽ അവരായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മനസ്തപിച്ച് പാപമോചനം നേടുവാനുള്ള വലിയ കൃപ അവർക്ക് ലഭിക്കും. അത് വലിയൊരു അനുഗ്രഹം. ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ വലിയ അത്ഭുതം. കാരണം എന്താണ്? തിരുരക്തത്തോടൊരു ഭക്തിയാണ് കർത്താവ് ഇതെല്ലാം അവന് വാഗ്ദാനം ചെയ്തതിൻ്റെ പുറകിലായിട്ട് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായും തിന്മകളിൽ നിന്ന് ഞാൻ അവനെ സംരക്ഷിക്കും. അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രാർത്ഥന വഴി ഈശോ മോക്ഷഭാഗത്തിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ അവിടുത്തെ തിരുരക്തത്തെ പ്രതി മിശിഹ തമ്പുരാൻ കരുണ കാണിക്കും. അതുപോലെ തന്നെ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും, തിരുരക്തത്തിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും ഈശോ മിശിഹ അവർക്ക് സാധിച്ചു കൊടുക്കും. അവരുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കും. മാത്രമല്ല അനേകം അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവർക്ക്, അങ്ങനെയുള്ള വ്യക്തികൾക്ക്, വൈദികർക്ക് ഒക്കെ പ്രത്യേകമായിട്ടുള്ള കൃപ ഞാൻ നൽകും. മാത്രമല്ല നമ്മൾ പറയുന്നത് ഇതാണ്, തിരക്കത്തോട് ഭക്തിയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ കൂട്ടായ്മയായിട്ടുള്ള സ്ഥലങ്ങൾ, തിന്മയുടെ കൂട്ടങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കും. പിന്നെന്താണ്? കർത്താവ് തൻ്റെ വഴികൾ നമ്മെ പഠിപ്പിക്കും. പിന്നെ പറയുകയാണ്, ഈ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുക, അവരെ ചൊല്ലിപ്പിക്കുക, അത് ചൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെയൊക്കെ കർത്താവ് ഏറ്റവും സ്നേഹത്തോടുകൂടെ തന്നോട് ചേർത്ത് നിർത്തുന്ന തിരുരക്തത്തോട് ഭക്തിയുള്ളവർക്ക് 4 വർഷത്തെ തിരുസഭ പറഞ്ഞു വെച്ചിരിക്കുന്ന അഡ്ഡമോചനമൊക്കെ ഞാൻ അവർക്ക് നൽകും.